ഇനി എന്താ സാന്ദ്രയുടെ മുന്നിലുള്ള വഴി? ഇപ്പോൾ സാന്ദ്ര ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വീണ്ടും സാന്ദ്രയ്ക്കെതിരെ ഒരു നീക്കം അവിടെ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അതിന് ഞാൻ ഇനി ഭയക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിലാണ് നിൽക്കുന്നത്. എനിക്ക് വേറെ ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സിനിമ തന്നെയാണ് ഇത്രയും നാൾ ഉപജീവന മാർഗമായിരുന്നതും. അപ്പം എനിക്ക് 2 പെൺകുട്ടികളാണ്. അവർ വരേണ്ടതും ഇതേ ഇൻഡസ്ട്രിയിലേക്കാണ്. അമ്മ ചെയ്യുന്നത് കണ്ട് പ്രൗഡായിട്ടിരിക്കുന്ന 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ അവരും തീർച്ചയായിട്ടും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർക്ക് വേണ്ടി നല്ലൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൂടി എൻ്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇന്ന് മുന്നോട്ട് വന്നത്. അതിജീവിതകളെ അവഹേളിക്കുന്നുണ്ടോ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള? ഞാൻ സ്ട്രെയിറ്റ് ചോദിക്കുകയാണ്, അതിജീവിതകളെ അവഹേളിക്കുകയാണോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. നിർമ്മാതാക്കളുടെ സംഘടന മാത്രമല്ല, നിർമ്മാതാക്കളുടെ സംഘടന മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൊതുവെ പുരുഷന്മാരുടെ ഇടയിൽ ഒരു കളിയാക്കലാണ് ഈ പറയുന്ന അതിജീവിതകൾക്കെതിരെ. അതിനകത്ത് ഫേക്ക് ആയിട്ടുള്ള കംപ്ലൈന്റുകൾ ഉണ്ടാവാം. പക്ഷേ ഇത് അനുഭവിച്ച ഒരാളുണ്ടായാൽ പോരെ, അവർക്ക് വേണ്ടി നിൽക്കാൻ എന്തുകൊണ്ട് ഇവരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും മക്കളും പെൺകുട്ടികളും ഒക്കെ ഉള്ളവരല്ലേ, അതെന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? ഈ നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനൊരു നിലപാടെടുക്കാൻ എന്തായിരിക്കും കാരണം? ഒന്നുകിൽ അവർക്ക് നേരിൽ ആരോപണം വരുമെന്നുള്ള ഭയം, അതല്ലെങ്കിൽ അവരുടെ ബിസിനസ് തകരുമെന്നുള്ള ഭയം, അതല്ലെങ്കിൽ അവരുൾപ്പെട്ടിരിക്കുന്ന റാക്കറ്റിൻ്റെ ഭാഗമായുള്ള താല്പര്യപ്രകാരം അവർക്ക് ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള താരങ്ങളുമായിട്ടോ മറ്റു പ്രവർത്തകരുമായിട്ടോ ഉള്ള ബന്ധം. താങ്കൾ എന്താണ് കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു നിലപാട് നിർമ്മാതാക്കളുടെ സംഘടന എടുക്കാൻ കാരണം? അഥവാ ഇതുപോലുള്ള എല്ലാ സംഘടനകളും അതിൽ തലപ്പത്തിരിക്കുന്നത് പുരുഷന്മാർ ആയതുകൊണ്ട് മാത്രമായിരിക്കുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ അവസാനം പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാരണം. അതായത് അവർ ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെ ഭയപ്പെടുന്നു. അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ആരോടും ഞങ്ങൾ ആൻസറബിൾ അല്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഭിന്നാഭിപ്രായമുള്ള ആളുകളുണ്ട്. അവരിത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞതുമാണ്. പക്ഷേ ഇതൊന്നും അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും പല സംഘടനകളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതെ സാന്ദ്ര, ഒരു കാര്യം കൂടി. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിംഗ് ആയി വന്നതിൽ 3-4 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കം ലൈംഗികാതിക്രമങ്ങളും ചൂഷണങ്ങളും നടക്കുന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളെല്ലാം വാസ്തവം തന്നെയല്ലേ? എത്ര അസോസിയേഷനുകൾ തള്ളിപ്പറഞ്ഞാലും ഇതിൽ പലതും ഏറിയും കുറിയും എല്ലാ സെറ്റുകളിലും ഇല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ഇല്ലേ? ലഹരി ഉപയോഗം പലയിടങ്ങളിലും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയവുമാണ്. ഒരിക്കൽ നിർമ്മാതാക്കളുടെ സംഘടന ഇതിനെ അഡ്രസ്സ് ചെയ്തതുമാണല്ലോ. രഞ്ജിത്തേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് രഞ്ജിത്തേട്ടൻ വന്ന് മീഡിയയുടെ മുന്നിൽ പറഞ്ഞതാണ് ലഹരി ഉപയോഗം വളരെയധികം സെറ്റുകളിൽ നടക്കുന്നു എന്നുള്ളത്. ധൈര്യപൂർവ്വം രഞ്ജിത്തേട്ടൻ വന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിച്ചതാണ്. ഇപ്പം ഇരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ധൈര്യമില്ല, മീഡിയനെ അഡ്രസ്സ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാര്യം സെറ്റുകളിൽ ഈ പറയുന്ന ലൊക്കേഷനുകളിലെല്ലാം പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ നിർമ്മാതാവിനും ഒരാൾ വിചാരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ സംഘടനകളെയാണ്. നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സംഘടനകളെയാണ്. അപ്പോൾ അവർ AMMA എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് കുടപിടിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ ചില താരങ്ങൾ മൊഴിമാറ്റി, ചില പ്രവർത്തകർ മൊഴിമാറ്റി, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിലൊരു ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്നില്ലേ സാന്ദ്ര? തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയൊരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവസരങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് അവസരമുള്ള ആൾക്ക് നാളെ അവസരം ഉണ്ടാവുമോ എന്നറിയത്തില്ല. ഇന്നൊരു ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് ചിലപ്പം നാളെ അവിടെ സെക്രട്ടറി ആയിട്ടോ അല്ലെ പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ നാളെ ഒരു സിനിമയുടെ ലീഡ് ആക്ട്രസ് ആയിട്ടോ ആക്ടറായിട്ടോ വരാം. കാര്യം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശബ്ദമുയർത്തുന്നവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന രീതി അതൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാം. പൊതുവെ പുരുഷാധിപത്യമുള്ള സംഘടനയായതുകൊണ്ട് അതിജീവിതകളുടെ ഈ ദുരനുഭവങ്ങളോട് വളരെ ഇൻസെൻസിറ്റീവായി അവഹേളനപരമായി പെരുമാറുന്നു എന്നുള്ളതാണ് സാന്ദ്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയും ഒരു ആർഗ്യുമെന്റും. അതുകൊണ്ട്